ഹായ് മക്കളെ, വർക്ക് എനർജി ആൻഡ് പവറിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ്? ദ മൊമെന്റം ഓഫ് എ ബോഡി ഇസ് ഇൻക്രീസ്ഡ് ബൈ 20%. ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി വിൽ ബി. സോ ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിലുള്ള ഇക്വേഷൻ എഴുതാം. കൈനറ്റിക് എനർജി ഇസ് ഗിവൺ ആസ് p²/2m അല്ലെ. മൊമെന്റം p ആണെങ്കിൽ കൈനറ്റിക് എനർജി ഇസ് p²/2m. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു മൊമെന്റത്തിൽ ഇൻക്രീസ് ഉണ്ടായി. സോ p ഡാഷ് അല്ലെങ്കിൽ ന്യൂ മൊമെന്റം എന്തായിരിക്കും? 1.2p ആയിരിക്കും അല്ലെ. 1.2p ബിക്കോസ് p പ്ലസ് 0.2p ആയിരിക്കും നമ്മുടെ പുതിയ മൊമെന്റം. ബിക്കോസ് 20% ഇൻക്രീസ് ഉണ്ടായതുകൊണ്ട് 0.2 ഓഫ് ഒറിജിനൽ കൂടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വി കൻ റൈറ്റ് ഇറ്റ് ആസ് 1.2p. ആൻഡ് നമുക്കറിയാം കൈനറ്റിക് എനർജി, ന്യൂ കൈനറ്റിക് എനർജി എന്തായിരിക്കും? p²/2m ആയിരിക്കും. p²/2m which is 1.2p the whole squared by 2m ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ന്യൂ കൈനറ്റിക് എനർജി എന്തായിരിക്കും? 1.2ന്റെ സ്ക്വയർ എന്താണ്? 1.44 ആണ് അല്ലെ. 1.44 ഇൻറ്റു p²/2m ആയിരിക്കും അല്ലെ. സോ ഇതെന്താണ്? 1.44 ഇൻറ്റു ഒറിജിനൽ കൈനറ്റിക് എനർജി അല്ലെ. ന്യൂ കൈനറ്റിക് എനർജി വിൽ ബി 1.44 ഇൻറ്റു ഒറിജിനൽ കൈനറ്റിക് എനർജി. ബിക്കോസ് ഈ p²/2m എന്ന് പറയുന്നത് ആദ്യത്തെ ഫസ്റ്റ് കേസിലെ കൈനറ്റിക് എനർജി ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ഇൻക്രീസ് എത്രയാണ്? കൈനറ്റിക് എനർജി പെർസെൻറ്റേജ് ഇൻക്രീസ് എത്രയായിരിക്കും? 1 കൈനറ്റിക് എനർജി 1.44 കൈനറ്റിക് എനർജി മൈനസ് 1 കൈനറ്റിക് എനർജി ഗിവ്സ് us 0.44%. 0.44 ആണ് ടോട്ടൽ ഇൻക്രീസ്. അത് ഇൻറ്റു 100 ചെയ്താൽ വി വിൽ ഗെറ്റ് 44% increase in the kinetic energy. 44% increase in the kinetic energy. നമുക്ക് എന്താണ് ഡിഫറൻസ്? വി ഗോട്ട് ഇറ്റ് ആസ് 0.44 ആൻഡ് നമുക്കത് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ വി ഷുഡ് മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 100. അങ്ങനെയാണെങ്കിൽ വി വിൽ ഗെറ്റ് 44%. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് 44%. സോ വി ക്യാൻ മാർക്ക് ഓപ്ഷൻ ബി ആസ് ദ ഫൈനൽ ആൻസർ. താങ്ക് യു.